അപ്പോൾ അങ്ങനെ എനിക്ക് ബിറ്റെല്ലാം പറഞ്ഞു തന്നു. ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ എടുത്താൽ പോകാത്ത ഒരു ബിറ്റാണ് ബാൻജോ. പക്ഷേ ബാൻജോ വായിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഞാൻ അന്ന് ഗിറ്റാറൊക്കെ വായിക്കുന്ന ആളതിൻ്റെ പേരിൽ അത് പ്രശ്നമില്ലാതെ വായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ ഇൻട്രൊഡക്ഷൻ തന്നെ ഞാൻ തന്നെയാണ് വായിക്കണത്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഒരുപാട് പേര് കേൾക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വായിക്കുന്ന ഒരു ബിറ്റ്, ബാൻജോയിൽ വായിച്ച ബിറ്റ് ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ. പിന്നെ ബി ജിയിൽ അതേപോലെ കുറേ ഉണ്ട്. അപ്പോൾ ബാൻജോന് നല്ല വർക്കുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചു. അത് കഴിഞ്ഞിട്ട് ദാസേട്ടൻ്റെ പാട്ട്, കടി 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 കടിക്കാൻ പറ്റാത്ത മധുരക്കനി, കടിക്കാൻ പറ്റാത്ത മധുരക്കനി, അതാണ് എം ജി ശ്രീകുമാരുടെ ട്രാക്ക് പാടുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് എം ജി ശ്രീകുമാരായിട്ടൊക്കെ പരിചയപ്പെട്ട് ആ പരിചയമാണ് പിന്നെ ഇത്ര വലിയൊരു ബന്ധമായിട്ട് മാറിയത്. എത്രയോ പാട്ടുകൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റി. അല്ല തേന്മാവിൻകൊമ്പത്തിലേക്കുള്ള ബ്രിഡ്ജും പ്രിയദർശനുമായിട്ടുള്ള കണക്ഷനൊക്കെ അതിനൊക്കെ മധ്യസ്ഥം നിന്ന എം ജി ശ്രീകുമാറാണ്. അത് യാതൊരു തർക്കമില്ല. അപ്പോൾ അത് ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെ ഈ കോറസ് പീറ്റർ കഴിഞ്ഞാൽ പിന്നെ എം ജി ശ്രീകുമാറും ഉസ്മാനും ഒക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ പാട്ട് പക്ഷേ ഞാൻ പിന്നെ കേൾക്കേണ്ടത് അമേരിക്കയിൽ വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പിന്നെ 82 അമേരിക്കയിൽ പോയി ഒരു കാറിൽ വെറുതെ ഇങ്ങനൊരു പാട്ട് ഇട്ടപ്പോഴത്തേക്കും ഞാൻ വായിക്കണ ബിറ്റാണ്. അതാണ് ഫിലിം സോങ്ങിൻ്റെ ഒരു പ്രത്യേകത. വേൾഡ് വൈഡ് അന്നേ പ്രശസ്തമാകും എന്നുള്ളതാണ്. ഒരു കാസറ്റ് എന്ന് കേട്ടാൽ ഈ കാസറ്റ് അപ്പോൾ ഇറങ്ങുന്ന ദ്വന്ദ്വ യുദ്ധം എന്നുള്ള ഒരു സിനിമയായിരുന്നു. അതേപോലെ ഞാൻ തേന്മാവിൻകൊമ്പത്തിൻ്റെ സമയത്താണ് ഞെട്ടിപ്പോയത്. എന്നുണ്ടെങ്കിൽ തേന്മാവിൻകൊമ്പത്ത് ഇറങ്ങി അധികം നാളായില്ല, അതിനു വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് ഫ്ലൂട്ടിസ്റ്റ് മുരളിയുടെ അനുജൻ മരിച്ചുപോയി, സുരേഷ്. അദ്ദേഹം റീയൂണിയൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ ഇന്ത്യക്കാർ തന്നെ വളരെ കുറവാണ്, അവിടെ പോയി ഒരു പ്രോഗ്രാം നടത്തി തിരിച്ചു വന്നിട്ട് പറയും ബേണിയുടെയൊക്കെ പാട്ട് അവിടെ ഉണ്ടല്ലോ ഇന്ന് തേന്മാവിൻകൊമ്പത്ത്. അതാണ് മ്യൂസിക്കിൻ്റെ ഒരു വൈഡ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സിനിമാ പാട്ടുകൾ എന്തൊക്കെ ചെയ്താലും. അതൊക്കെ ഞാനും ചേട്ടനും കൂടി എപ്പോഴും ഈ 1000 കണ്ണുമായി എന്നുള്ള പാട്ട് അത്ര വൈറലായപ്പോഴത്തേക്ക് ഞങ്ങൾ ഫാമിലി അടക്കം സിനിമ കാണാൻ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഇങ്ങനെ ഞാനും ചേട്ടനും പറയും, നമുക്ക് ജീവിതകാലത്തൊരു 4 വരി ജനങ്ങൾ മൂടുന്ന ജനകീയമായ ഒരു ഹിറ്റ് പാട്ടുണ്ടാക്കാൻ പറ്റിയ അത് മതി, വേറൊന്നും വേണ്ട. ഒരു 4 വരി പോയിട്ട് എത്രയോ പാട്ടുകൾ ജനങ്ങൾ മൂടി എന്ന് പറയുന്നത് ദൈവത്തിന് എത്ര നന്ദി പറയണം എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. കൊച്ചിൻ മെലഡീസ്, അത് ഞാനും ബോണിയും കൂടി നടത്തിയ കൊച്ചിൻ മെലഡീസിൽ ഈ ഗോപനും അഷ്റഫും രാധിക തിലക കൂടാണ്ട് പിന്നീട് വന്ന പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ഗായകരുണ്ട്. അതിൽ പ്രശസ്തനാണ് ബിജു നാരായണൻ. ബിജു നാരായണൻ മെലഡീസിൽ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് 10 വെളുപ്പിന് എന്നുള്ള ഹിറ്റ് പാട്ട് പാടുന്നത്. എന്നിട്ടും ഒരുപാട് നാൾ അദ്ദേഹം നമ്മുടെ പരിപാടിക്ക് വന്നിരുന്ന ആളാണ്. പിന്നെ മനോജ് കൃഷ്ണൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ കം സിംഗർ, ഞങ്ങളുടെ ഒരുപാട് പാട്ടുകളൊക്കെ പ്രത്യേകിച്ച് ഭക്തിഗാനങ്ങളൊക്കെ പാടിയിട്ടുള്ള ആളാണ്. പാലക്കാട് മരിച്ചുപോയി. രാജീവ്, അതേപോലെ പ്രശസ്തനായിട്ടുള്ള പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലേക്ക് പ്രശസ്തനായിട്ടുള്ള ഒ യു ബഷീർ, പിന്നെ ഒരുപാട് പേരുടെ പേര് ഞാൻ വിട്ടുപോകുന്നു. അതിൽ ഇപ്പോൾ അവാർഡ് വിന്നർ രാജലക്ഷ്മി, അതേപോലെ ഷീല, ബിന്ദു തോമസ് USA പോപ്പുലറാണ്. USA എന്ന് പാടുന്ന പാട്ടുകളെല്ലാം ലോകം മുഴുവൻ ആളുകൾക്ക് ഇഷ്ടമാണ്. അതേപോലെ അങ്ങനെ ഒരുപാട് പേരുകൾ മാത്രമല്ല, ഓർക്കസ്ട്ര ഗംഭീര ഓർക്കസ്ട്ര ആയിരുന്നു. അതിൽപ്പെട്ട ഒരുപാട് പേര്, കണ്ണൻ, ഞങ്ങളുടെ ഒരുപാട് മയിൽപ്പീലിക്കാവുമ്പോൾ ഒരുപാട് പാട്ടുകൾക്ക് അദ്ദേഹം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും മരിച്ചുപോയി. ഞാനിങ്ങനെ പഴയത് ഓർക്കുമ്പോഴാണ് ഒരുപാട് പേര് നമ്മുടെ ഇന്ന് വിട്ടുപോയ കാര്യങ്ങൾ ആലോചിക്കുന്നത്. പെട്ടെന്നൊരു രസകരമായിട്ടുള്ളൊരു സംഭവം, പ്രത്യേകിച്ച് ഞാനല്ല എൻ്റെ കാരണക്കാരൻ, ബോണി എൻ്റെ പാർട്ട്ണർ വില്ലനാണ് ആ കാര്യത്തിൽ. അപ്പോൾ അന്ന് മിക്കവർക്കും ഫോണില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, മൊബൈൽ ഫോണോ ആയിരുന്നില്ല, ചിലപ്പോൾ PP ഫോണൊക്കെ ആയിരിക്കും. തലേദിവസം രാത്രിയൊക്കെ ആയിരിക്കും വിളിച്ചു പറഞ്ഞത്, പെണ്ണ് ഫീമെയിൽ വോയിസ് വിളിച്ചു പറഞ്ഞത്, ഞാൻ നാളെ ഉണ്ടാവില്ല, എനിക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെണ്ണില്ലാണ്ട് പോകാൻ പറ്റുമോ. അപ്പോൾ എന്ത് ചെയ്യും, എന്നെ വിളിച്ചു പറയും, ബോണി വിളിച്ചു പറയും, എടാ എങ്ങനെയെങ്കിലും ഞാനവിടെ നിന്ന് എറണാകുളത്ത് എത്തുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും, നീ വെളുപ്പിന് എഴുന്നേറ്റ് ഓരോരോ പെണ്ണുങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്ക് ഇന്ന് വരാൻ പറ്റുമോ. അപ്പോൾ ഞാനിപ്പോൾ അവിടെ സ്കൂട്ടറിന് പോയിട്ട് ഓരോ വീട്ടിൽ ചെന്നിട്ട് വരാൻ പറ്റുമോ, അപ്പോൾ അവർക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ഒരു 3-4 വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കണ്ണൂരൊക്കെ ഇരിക്കും. കണ്ണൂർ തളാപ്പ അമ്പലത്തിലാണ് ഈ പറഞ്ഞത്. കണ്ണൂർ തളാപ്പ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലൊരു സ്ഥലത്തും അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടാവില്ലെന്ന് തോന്നണം. അതായത് നമ്മൾ റൗണ്ട് സ്റ്റേജാണ്. റൗണ്ട് സ്റ്റേജിൻ്റെ മുമ്പിലും ആൾക്കാരിരിക്കും, സൈഡിലും ആൾക്കാരിരിക്കും, പുറയിലും ആൾക്കാരിരിക്കും. അതാണ് അത് നോക്കത്താ ദൂരത്ത് കണ്ണുന്നുണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. ആൾക്കാരെ നമുക്ക് നോക്കി കാണാൻ പറ്റില്ല, അങ്ങേറ്റത്തെ ആൾക്കാരെ, അത്രയ്ക്കധികം തിരക്കായിരിക്കും. ഇവിടെയാണ് പ്രോഗ്രാം. അപ്പോൾ നേരത്തെ പോയി സെറ്റ് ചെയ്യേണ്ട ഇതാണ്. നമ്മളിങ്ങനെ പെണ്ണിനെ അന്വേഷിച്ചിട്ട് എത്ര നേരം നമ്മൾ അന്വേഷിക്കാനാണ്. അവസാനം ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു നിവൃത്തിയില്ല, എറണാകുളത്തില്ല,
അപ്പോൾ അപ്പോൾ വേറെ ഒരു സുധീഷ് എന്ന് പറഞ്ഞ ആൾ നമുക്ക് ആലുവയിൽ നോക്കാമെന്ന് പറഞ്ഞു. ആലുവ ചെന്നപ്പോൾ ആലുവയിലും പെണ്ണില്ല. പിന്നെ ചാലക്കുടി നോക്കാം, അങ്കമാലി, ചാലക്കുടി, ഇങ്ങനെ ഓരോരോ ടൗണിലും പെണ്ണിനെ അന്വേഷിച്ചിട്ട് ആ പ്രദേശത്തിലെ ലോക്കൽ ആൾക്കാരൊക്കെ ഇവർക്കറിയാം. തൃശ്ശൂരില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ അന്വേഷിച്ച് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണൂർ എത്തൂല, അവരുടെ അടി കൊള്ളേണ്ടി വരും. അങ്ങനെ എന്നിട്ട് തന്നെ നമ്മൾ ഡിലേ ആയി അവിടെ ചെന്നപ്പോഴത്തേക്കും 9 മണിക്ക് പരിപാടിക്ക് 8 മണിക്ക് വേണ്ട ഒരു ഭയങ്കര പ്രശ്നമൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്കും ബോണി പറഞ്ഞ് ഞാൻ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ കൈകാര്യം ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അവർ എന്താ കൈകാര്യം ചെയ്യാൻ പോകണമെന്നുള്ളത് എനിക്ക് ആർക്കും മനസ്സിലായില്ല. അങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര ഫീൽ ചെയ്ത് പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങളുടെ പാട്ട് പാടുന്ന പെണ്ണ് മരിച്ചുപോയി, ഒരുപാട് സങ്കടമുണ്ട്, നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്തേക്കും പിന്നെ ഒന്നും വേണ്ടല്ല, കൂക്കും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വളരെ സൈലൻ്റായിട്ട് നിന്ന് എല്ലാവരും ഒരു മിനിറ്റ് മൗന പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് ബാക്കി 3 ആണുങ്ങളും കൂടി അങ്ങോട്ട് പരിപാടി നടത്തി വിജയിപ്പിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഇല്ല, ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ അന്നത്തെ പരിപാടി നടക്കില്ല. നമ്മൾ ചിലപ്പോൾ ജീവനും കൊണ്ട് തിരിച്ചു വരാനും പറ്റില്ല. ഞാൻ 1987 ഊട്ടിയിലുള്ള ഗുഡ്ഷപ്പേട്ട് പബ്ലിക് സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് ചേർന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ വെച്ച് എനിക്കുണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പാൾ PC തോമസ്, അതായത് നമ്മുടെ അന്തരിച്ച നടൻ ജോസ് പ്രകാശിൻ്റെ മരുമകൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, വേണി ഒരു ടാസ്ക് ഉണ്ട്, അത് വേണി ഏറ്റെടുക്കണം, അതിനുവേണ്ടി കൂടിയാണ് വേണിനെ ഇവിടെ അപ്പോയിൻ്റ് ചെയ്തത് എന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 20 ഇംഗ്ലീഷ് സോങ്സ് ഉണ്ട്. റോട്ടറി, അദ്ദേഹം ഇംഗ്ലീഷ് റോട്ടറിയുടെ ചെയർമാനോ ആരൊക്കെയാണ്. അപ്പോൾ ആ ഇംഗ്ലീഷ് സോങ്സിൻ്റെ വെറും ലിറിക്സും ട്യൂണും മാത്രമേ ഉള്ളൂ. അത് ഓർക്കസ്ട്ര ചെയ്യണം, പക്ക ഇംഗ്ലീഷ് സ്റ്റൈലിൽ തന്നെ ചെയ്യണം. നമ്മൾ ലൈറ്റ് മ്യൂസിക് ചെയ്യണ പോലെ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഒരു 10-20 കുട്ടികളുണ്ട്. ആ കുട്ടികൾ അവിടുത്തെ പഠിക്കുന്ന കുട്ടികൾ, അവരെ നമുക്ക് പാർട്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പഠിപ്പിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും സുപ്രാണോ, ഓൾട്ടോ, ടെനർ, ബാസ് എന്നുള്ള ബാസൊന്നും ഇല്ല അന്ന്. കുട്ടികൾക്ക് ബാസ് കിട്ടില്ല. എന്നാൽ ഒരു ടെനർ വരെയൊക്കെയുള്ള കുട്ടികളെ 3 തട്ടായിട്ട് കമ്പോസ് ചെയ്ത് അവരെ പഠിപ്പിച്ച് ഓർക്കസ്ട്ര കമ്പോസ് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകൽ സമയം 10 മണിക്കൂർ 8 മണിക്കൂറായിട്ട് പവർ കട്ടാണ്. കുട്ടികളെയൊക്കെ 6 മണിക്ക് 7 മണിക്കായിട്ടാണ് രാത്രി വൈകുന്നേരം തുടങ്ങിയാൽ പിറ്റേ ദിവസം വെളുപ്പിന് 4 മണി വരെ റെക്കോർഡിങ്ങാണ്. അങ്ങനെ 2-3 ദിവസത്തെ റെക്കോർഡിങ്ങും. ഞാനും ഒന്ന് ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടി. നല്ല മ്യൂസീഷ്യൻസൊക്കെ ആയിരുന്നു. അവരൊക്കെ അല്ല കറക്റ്റായിട്ട് എല്ലാം വായിച്ചു. ഹരിശ്രീ സ്റ്റുഡിയോയിലായിരുന്നു, എറണാകുളം ഹരിശ്രീ സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മാസ്റ്റർ കൊണ്ടുപോയി മദ്രാസിൽ കൊണ്ടുപോയിട്ട് സംഗീതയിൽ കൊണ്ടുപോയി കോപ്പി ചെയ്തു. 5000 കാസറ്റ് കാർട്ടൺസായിട്ട് തിരിച്ച് എന്നിട്ട് ഡൽഹിയിൽ പോയിട്ട് ഇൻ്റർനാഷണൽ റോട്ടറി കൺവെൻഷനിൽ പോയിട്ട് അവിടെ സ്റ്റോൾ ഉണ്ടായിരുന്നു. ആ സ്റ്റോളിൽ കൊണ്ടുപോയി വിറ്റ് കുറേ തിരിച്ചു കൊണ്ടുവന്ന് തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കുമാണ് വലിയൊരു പണി ചെയ്ത് ഇനി എനിക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു ധൈര്യം വന്ന്. എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് പിന്നെ ഞാൻ മ്യൂസിക് ഡയറക്ഷനിലാണിക്കോട്ടെ, അതുപോലെ മറ്റേ ട്രൂപ്പ് തുടങ്ങിയ കാര്യത്തിലായിക്കോട്ടെ, അല്ല വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും ആദ്യത്തെ ഒരു ധൈര്യം തന്നത് ഈ PC തോമസ് സാറാണ്. അതിൻ്റെ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. അന്ന് ചെക്ക് എഴുതലും കാര്യങ്ങളൊന്നുമില്ല, ക്യാഷാണ് തരുന്നത്. എൻ്റെ ദൈവം സഹായമാവട്ടെ, ഇത്രയും ക്യാഷൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒന്നും സംഭവിച്ചില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ചെക്ക് തന്നിട്ടുണ്ടാവും. എന്നാലും ഇതെല്ലാം പിന്നെ ഡൽഹി പോകാൻ വേണ്ടി മാത്രം ഒരു ഭാഷ അറിയാവുന്ന ഒരാളെ കൂടെ കൊണ്ടുവന്ന് തന്ന് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു, തിരിച്ച് ഇവിടെ എത്തി. അതിപ്പോൾ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഏതാണ്ട് 10-15 വർഷത്തോളം കാസറ്റ് വിപ്ലവം തന്നെയായിരുന്നു ലോകം മുഴുവൻ. അങ്ങനെ ഒരു 1981 ഞങ്ങൾ കാസറ്റിൽ ചെയ്യാൻ തുടങ്ങി. 84, 85, 86 കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഞങ്ങൾക്ക് നല്ല തിരക്കായി. പല വെറൈറ്റി പാട്ടുകൾ വർക്കുകൾ തേടി ഞങ്ങളെ വന്നു. അതിലേറ്റവും കൂടുതൽ ചെയ്തത് രഞ്ജിനി കാസറ്റ് തന്നെയാണ്. അപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ രഞ്ജിനി കാസറ്റും മറ്റ് കാസറ്റ് വർക്ക് തരംഗണി, മാഗ്ന ഇങ്ങനെയൊക്കെ വേണ്ടി ചെയ്യണമെന്നല്ലാണ്ട് സിനിമയിൽ ചെയ്യാൻ പറ്റുമെന്ന് യാതൊരു ധാരണയില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, സിനിമയിൽ നിന്ന് കൊലകമ്പന്മാരാണ് ദക്ഷിണാമൂർത്തി സാറ്, ദേവരായ മാസ്റ്റർ, അതുപോലെ രാഘവൻ മാസ്റ്റർ, പിന്നെ രവീന്ദ്രൻ മാസ്റ്റർ, MG രാധാകൃഷ്ണൻ ചേട്ടൻ, അതേപോലെ ജോൺസൺ മാസ്റ്റർ, ഔസേപ്പച്ചൻ, ഇങ്ങനെ നീണ്ടൊരു നിര തന്നെ അവിടെയുണ്ട്. മദ്രാസിലാണ് കംപ്ലീറ്റ് റെക്കോർഡിങ്ങും. നമ്മൾ ഈ എറണാകുളത്ത് ഞാൻ KSFയിലും ചേട്ടൻ KSRTCയിലും ജോലി ചെയ്യുന്നു, ഇടയ്ക്ക് പ്രോഗ്രാമിന് പോകുന്നു, ഇടയ്ക്ക് കാസറ്റ് വർക്ക് ചെയ്യുന്നു. ഞങ്ങളെ എങ്ങനെയാണ് മദ്രാസിൽ വിളിച്ചിട്ട് പോയി സിനിമ ചെയ്യിക്കുന്നത് എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ വിചാരിച്ചത് ഇനി സിനിമയിൽ ഒരു കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഈ കിട്ടണ കാസറ്റ് വർക്ക് മാക്സിമം നന്നായിട്ട് ചെയ്യാം എന്നുള്ള ധാരണയിൽ ഇങ്ങനെ പിന്നെ ഒരു 88-89 ആയപ്പോഴത്തേക്കും ഷിബുവിനും അതുപോലെ ഉസ്മാനും ഒക്കെ തോന്നി, ഇവരിങ്ങനെ കാസറ്റ് വർക്ക് മാത്രമായിട്ട് ഇങ്ങനെ നടക്കണം, ശരി നന്നായിട്ട് പാട്ടുകൾ ചെയ്യുന്നുണ്ട്, ഇവർക്ക് എന്തുകൊണ്ടും സിനിമയിൽ ചെയ്തുകൂടാ
ഇവരാണെങ്കിൽ അതൊന്നും അതിനുവേണ്ടി മുൻകൈ എടുക്കില്ല. സിനിമ ഓരോരുത്തരെ പ്രൊഡ്യൂസറെ പോയി കാണുക, ഡയറക്ടറെ പോയി കാണുക, അങ്ങനെ ചെയ്യില്ല. നമ്മളായിട്ട് മുൻകൈ എടുക്കണം, അങ്ങനെ ഇവരെ ഇവിടെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം എന്നൊക്കെ ഒരു ധാരണ അവർക്ക് വന്നു കാണുമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷിബു ചക്രവർത്തി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സിനിമയിൽ പാട്ടുകൾ എഴുതുന്നുണ്ട്. ഇടയ്ക്ക് മദ്രാസിൽ പോവും, നല്ല പാട്ടുകളൊക്കെ എഴുതിയിട്ട് തിരിച്ചു വരും, ഞങ്ങളുടെ വർക്ക് ചെയ്യും. അങ്ങനെ ഇരിക്കണ്. ഉസ്മാനും അതേപോലെ തന്നെ മദ്രാസ് എറണാകുളമായിട്ട് ഇങ്ങനെ പാട്ടുകൾ കച്ചവടത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ സിനിമയായിട്ട് നല്ല ബന്ധമാണ് അവർക്ക്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർക്ക് ഒരു അവസരം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഷിബു സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഷിബുവിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി കോസ്റ്റ്ലി സ്ക്രിപ്റ്റാണ്. എയർക്രാഫ്റ്റും മറ്റ് കോസ്റ്റ്ലി ആയിട്ടുള്ള കുറേ സെറ്റിങ്സൊക്കെ ഉണ്ട്. എയറോപ്ലെയിനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എയർപോർട്ടും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷേ അവർ ആദ്യം അതുമായിട്ട് മുന്നോട്ട് പോയെങ്കിലും കുറേ കഴിയുമ്പോഴത്തേക്ക് അവർക്കത് ഇത്രയും കോസ്റ്റ് പറ്റില്ല എന്നുള്ളൊരു ധാരണയിൽ നമുക്ക് വേറൊരു ചെറിയൊരു സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാമെന്ന് പറയും. പക്ഷേ ഷിബു പറഞ്ഞു എന്നാൽ പിന്നെ ഇതിങ്ങനെ ഇരിക്കട്ടെ, ഞാൻ പതുക്കെ പിന്മാറുകയാണ്. പക്ഷേ ഇതിനിടയിൽ ഷിബു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർക്ക് നിങ്ങൾ അവസരം കൊടുക്കണം, ആദ്യത്തെ പടം അവർ ചെയ്യണം, ഈ പടമായിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ പറഞ്ഞ് ഞങ്ങളോടത് പറഞ്ഞില്ല. പക്ഷേ ഞങ്ങളോടൊന്ന് സൂചിപ്പിച്ചു മിക്കവാറും ഒരു പടം കിട്ടും, അവർ വിളിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മളത് അത്ര വലിയ കാര്യമൊക്കെ എടുത്തില്ല. പക്ഷേ ഷിബുവിൻ്റെ മനസ്സിലത് വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഞാൻ ഈ സെറ്റപ്പിൽ നിന്നും മാറുകയാണ്. പക്ഷേ ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്ത്, അവർക്കൊരു ആശ കൊടുത്ത്, ബേണി ഇഗ്നേഴ്സ് അവർ നന്നായിട്ട് ചെയ്യണവരാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അവരെ മാറ്റരുത്, എന്നെ മാറ്റിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും മാറ്റില്ല, അവർ തന്നെ ആയിരിക്കും അടുത്ത്. അങ്ങനെയാണ് കാഴ്ചക്കപ്പുറം എന്നുള്ള സിനിമയുടെ ഒരു പടത്തിൻ്റെ ലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നത്. അതും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഞങ്ങളോട് ചോദിക്കാണ്ട് തന്നെ അവർ പോസ്റ്ററിൽ പേരൊക്കെ അടിച്ച്, കാർഡിൽ പേരൊക്കെ അടിച്ച്, ഗുരുവായൂർ പോയി അവിടുത്തെ ബ്ലെസ്സിങ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഷിബുവിൻ്റെ വീട്ടിലേക്ക് അവർ വരുമ്പോഴത്തേക്കും ഞങ്ങളൊരു വേറെ ഏതൊരു വർക്കിന് വേണ്ടി ഷിബുവിൻ്റെ വീട്ടിലിരുന്ന് ഓണപ്പാട്ടിൻ്റെ വർക്ക് തന്നെ ആയിരിക്കാം ഇങ്ങനെ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഞങ്ങളറിയാതെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഗണേഷ് കുമാർ, നമ്മുടെ മന്ത്രി, പിന്നെ ഒരു മറ്റൊരാൾ നന്ദു എന്ന് പറഞ്ഞൊരാൾ, ഒരു തിരുവനന്തപുരത്തുകാരൻ, ഇങ്ങനെ ഇവരെല്ലാവരും കൂടി വന്നിട്ട് ഞങ്ങൾ ചെയ്യാൻ പോണ പടത്തിൻ്റെ കാർഡ് ഇൻവിറ്റേഷൻ ഞങ്ങൾക്ക് തന്നെ തരുകയാണ്. ഇത്രാം തീയതിയാണ് പൂജ, നിങ്ങളവിടെ എത്തണം, അതിനുശേഷം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സന്തോഷവും അത്ഭുതമൊക്കെ തോന്നി. ഇങ്ങനെയുണ്ടാ. അപ്പോഴാണ് ഷിബു കാര്യം പറഞ്ഞത്, ഞാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കണത്, നന്നായിട്ട് ചെയ്യും നിങ്ങൾ. ഞാനല്ല ലിറിക്ക് എഴുതുന്നത്, ലിറിക്കിൽ നിന്ന് ഞാൻ മാറിയിട്ടുണ്ട്, കെ ജയകുമാറാണ് സാറാണ് ലിറിക്ക് എഴുതണതെന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ ഞാനപ്പോൾ ഇരിട്ടിയിൽ KSFയിൽ ഞാൻ ജോലി എടുക്കുന്ന സമയം ഞാൻ ഇരിട്ടിയിലേക്ക് ആ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇരിട്ടിയിലേക്ക് പോയി. ഇരിട്ടിയിൽ പോയി അവിടെ വർക്ക് ചെയ്ത് ചേട്ടൻ KSRTC ആലുവയിലും. അങ്ങനെ ആ കറക്റ്റ് പൂജ ദിവസം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ജോലി സ്ഥലത്ത് നിന്ന് അവിടെ എത്തി. തിരുവനന്തപുരത്ത് ഒരു ഹൊറൈസൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലെത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും മധു സാറാണ് പൂജ ചെയ്യുന്നത്. തിക്കുറിശ്ശി ചേട്ടനുണ്ടെന്നാണ് എൻ്റെ ധാരണ. പിന്നെ ഒരുപാട് സിനിമാക്കാരുണ്ട്. അപ്പോൾ അത് ഇടയിൽ ഞങ്ങൾ മ്യൂസിക് ഡയറക്ടറായിട്ട് ഞങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് പൂജ എല്ലാം കഴിഞ്ഞു. തിരിച്ച് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്കും പോകുന്നു. പിന്നീട് ഒരു ടൈം ഫിക്സ് ചെയ്ത് അതിൻ്റെ കമ്പോസിങ് ആരംഭിച്ചു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 2 പാട്ടായിരുന്നു അതിന്. അതൊരു ലവ് സോങ് ഉണ്ട്, പിന്നെ വേറൊരു ജഗണ ജഗണ പോലെ ഒരു വിപ്ലവം പോലത്തെ ഒരു പാട്ടുണ്ട്. അപ്പോൾ അതിന് വേണുഗോപാലും ചിത്രയുമാണ് രണ്ടിലും പാടിയിരിക്കുന്നത്. ലവ് സോങ്ങിൽ വേണുഗോപാലും അതേപോലെ ചിത്രയും, മറ്റേതിൽ വേണുഗോപാലും കല്ലറ ഗോപനും. അങ്ങനെ തരങ്ങണിയിലാണ് അതിൻ്റെ ഓർക്കസ്ട്ര ചെയ്തത്. ആ ഓർക്കസ്ട്രക്ക് സപ്പോർട്ട് ചെയ്തത് ഞങ്ങൾക്ക് സഹായിച്ചത് ജെർസൺ ആൻ്റണിയാണ്. ഒത്തിരി വർക്കുകൾക്ക് അദ്ദേഹം ഞങ്ങളെ, നല്ല ഹിറ്റ് പാട്ടുകൾക്ക് അദ്ദേഹം ഓർക്കസ്ട്ര അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ഞങ്ങളുടെ ഒരു വലിയ പാട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഘടകം തന്നെയാണ്. പിന്നെ നല്ല നല്ല മ്യൂസീഷ്യൻസും നല്ല ടെക്നീഷ്യൻസും ഇതൊക്കെ നമ്മളെ മലയാളത്തിൻ്റെ സമ്പത്തുകളാണ്. ഇതൊക്കെ നമുക്ക് കേരളത്തിൽ തന്നെ ഉള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എന്ത് മനസ്സിൽ വിചാരിക്കണോ അത് അവർ നമ്മൾക്ക് വേണ്ടി ചെയ്തു തരും. അങ്ങനെയാണ് ഈ പാട്ടുകൾ. അല്ലാണ്ട് നമ്മൾ ഒരാൾ വിചാരിച്ചാൽ തലേന്ന് എന്തെങ്കിലും ഒരു നൊട്ടേഷൻ വന്ന് അത് എഴുതി വെച്ചുകൊണ്ട് മാത്രം പാട്ടാവില്ല. അപ്പോൾ അവരെല്ലാം ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അപ്പോൾ അതധികം കാഴ്ചക്കപ്പുറം ഒത്തിരി ഹിറ്റായില്ല. പക്ഷേ ഞങ്ങളുടെ ആദ്യത്തെ സിനിമ കാഴ്ചക്കപ്പുറമാണെന്നൊക്കെ എപ്പോഴും അഭിമാനത്തോടെ പറയാം. അതിലൊരു സോങ് ഫാസ്റ്റായിട്ട് ഇങ്ങനെ തുടങ്ങും, എന്നിട്ട് കുറച്ച് മെലഡിയിലേക്ക് വരുന്ന ഒരു പാട്ട്. അതിൻ്റെ ലിറിക്ക് എനിക്കറിയില്ല. ചിത്തിരവല്ലിപ്പൂവനി തേടും തന്നനാനി താനി
കാറ്റേ നാനി നാനേ നാനി 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 നന്നി താനത്തിൻ്റെ തന്നന താനി താനി താനി. ഇതാണ് ഞങ്ങൾ ആദ്യം റെക്കോർഡ് ചെയ്ത ഫിലിം സോങ്. അത് മുകേഷ് ഒക്കെയാണ് അഭിനയിച്ചത്. ഞങ്ങളിങ്ങനെ ആദ്യത്തെ പടം 1991 കാഴ്ചക്കപ്പുറം ചെയ്തെങ്കിലും പിന്നെ ഞങ്ങളുടെ ഒരു സ്വഭാവത്തിന് ഞങ്ങളതിൻ്റെ പുറകെ ഞങ്ങളിങ്ങനെ കാഴ്ചക്കപ്പുറം ചെയ്തു, ഇതാണ് പാട്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത ഒരു പടം തന്നെ എന്നും പറഞ്ഞ് ആരുടെയും പുറകെ പോയില്ല. കാരണം ഞങ്ങൾക്ക് സർക്കാർ ജോലികളുടെ പേരിലും മറ്റ് ഒരുപാട് സംഗീത ജോലികളുള്ളതിൻ്റെ പേരിലും അതിൻ്റെ പുറകെ തിരക്കായിട്ട് ഇങ്ങനെ വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പ്രിയദർശൻ ആയിട്ട് ഇടയ്ക്ക് ഫോൺ ചെയ്യാറുണ്ട്. അത് ഫോൺ ചെയ്യാനുള്ള കാരണം കണക്ട് ചെയ്ത് തരണമാണ് ഉസ്മാന, അങ്ങനെയുള്ള ഡെന്നിസ് ജോസഫ്, അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ ഫോൺ ചെയ്തപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു നമ്മൾക്ക് പറ്റിയ ഒരു സിനിമ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടാം ഇങ്ങനെ പറഞ്ഞു. അത് ഞാൻ ചേട്ടനോട് പറഞ്ഞ് ഇതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയ കൊമ്പന്മാർ മദ്രാസിലുള്ളപ്പോഴത്തേക്കും നമ്മൾ ഈ സർക്കാർ ജോലിക്കാരെ വിളിച്ച് മദ്രാസിൽ കൊണ്ട് എങ്ങനെ സിനിമ ചെയ്യിക്കണം, അതാ അങ്ങനെയൊക്കെ പറയും, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നുള്ള വിധത്തിലാണ്. അപ്പോൾ ഞാനും കരുതി അത് തന്നെ ശരിയാണല്ലോ ഇങ്ങനെ. അത് പിന്നെ ഒരു പ്രാവശ്യം ഓണപ്പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പാട്ടുകൾ ഗാനങ്ങൾ എടുക്കാൻ വേണ്ടി MG ശ്രീകുമാർ, സുജാത മോഹൻ, ഞാൻ, ജ്യേഷ്ഠൻ ഉസ്മാൻ കൂടി മദ്രാസിലൊരു സ്റ്റുഡിയോയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പാട്ടുകൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർക്കസ്ട്രയൊക്കെ നേരത്തെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ഉസ്മാൻ പറഞ്ഞു, ഒരു ദിവസം രാവിലെ പറഞ്ഞു ഇന്ന് നമുക്ക് കുറച്ച് വൈകി പോയാൽ മതി, കാരണം ഇന്നൊരു പൂജയുണ്ട് ABMG സ്റ്റുഡിയോയിൽ. എന്ന് പറഞ്ഞാൽ എല്ലാം കോട്ടക പോലെ വലിയ സ്റ്റുഡിയോകളാണല്ലോ. പൂജ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒരു സംഭവം തന്നെയാണ് പൂജ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പൂജ അവിടെ ചെന്നപ്പോഴത്തേക്ക് രവീന്ദ്രൻ മാഷുണ്ട്, അഭിമന്യു എന്നുള്ള സിനിമയുടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാലാണ് പൂജ ചെയ്യണത്, പ്രിയദർശനുണ്ട്, പിന്നെ ഹിന്ദിക്കാർ ആരണ്ടൊക്കെ ഉണ്ട് സിനിമാക്കാർ, പിന്നെ തമിഴ്നാട്ടിലെ കുറേ നടന്മാരും കുറേ പ്രൊഡ്യൂസേഴ്സും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തിങ്ങനെ മാറിയിരിക്കുകയാണ്, ഇവരൊക്കെ വേറെ ആൾക്കാരല്ലേ, നമുക്ക് വലിയ പരിചയമില്ലാത്ത ആൾക്കാർ എന്നും വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഉസ്മാൻ ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുന്നൊക്കെ പറയണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു സാമാട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. പൂജ എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനും ചേട്ടനും ഉസ്മാനോട് ചോദിച്ചു നമുക്കിനി പോകാം എന്ന് പറഞ്ഞു. നമ്മുടെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, പോകാൻ വരട്ടെ, നമുക്കൊരാളെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രിയദർശൻ ഇറങ്ങി ഇങ്ങോട്ട് വന്നു, മോഹൻലാലും ഒക്കെ അന്ന് പരിചയപ്പെട്ട്. അത് കഴിഞ്ഞ് പ്രിയദർശൻ ഞങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങളെ കാണാനിരിക്കുകയായിരുന്നു, നമുക്കൊരു സിനിമ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സിനിമ. അദ്ദേഹം എല്ലാ ഓണപ്പാട്ടും പിടിച്ച് കേൾക്കുമായിരുന്നു. മാത്രമല്ല ഈ കറുത്ത പെണ്ണെ, കള്ളിപ്പൂങ്കുലയൊക്കെ നമ്മൾ കാസറ്റ് ചെയ്തതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ഈ ട്യൂണൊക്കെ പറ്റിയൊരു സിനിമ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തേന്മാകുമ്പത്ത് ഉണ്ടായി കാണുമായിരിക്കാം ആ സമയത്ത്. അന്നും പറഞ്ഞു ഇങ്ങനെ നമുക്ക് പറ്റിയൊരു സിനിമ വരുമ്പോഴത്തേക്കും നിങ്ങളെ വിളിക്കും, നിങ്ങൾ വരണം, നമുക്ക് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോന്നു. അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ പതിവ് പോലെ തന്നെ കാസറ്റ് വർക്കും സർക്കാർ ജോലിയും ഗാനമേളയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് അതിനിടയിൽ ഞാൻ ഓവറായിട്ടുള്ള ലീവ് എടുത്തതിൻ്റെ പേരിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് ഞങ്ങളുടെ MDയും ഞങ്ങളുടെ മാനേജറും ഒക്കെ. ഒരു ദിവസം പോലും ഇനി ലീവ് തരില്ല എന്നുള്ള ഒരു അവസ്ഥയെത്തി. ആ സമയത്താണ് എൻ്റെ ട്രൂപ്പ് ഇങ്ങനെ നടക്കുകയല്ലേ ഫുൾ ഫ്ലെഡ്ജഡായിട്ട്. അപ്പോൾ ഒരാഴ്ചത്തെ എൻ്റെയും കൂടി കെയർ ഓഫിൽ പിടിച്ച ഒരു തമിഴ്നാട് പ്രോഗ്രാം വന്നു. ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു നമുക്ക് പിടിക്കാം, കുഴപ്പമൊന്നുമില്ല, ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആരോടും സാങ്ഷനൊന്നും ചോദിക്കാൻ പറ്റില്ല, ഞാൻ ലീവ് ചോദിച്ചിട്ട് ഞാൻ പ്രോഗ്രാമിന് പോയി ഒരാഴ്ചയുടെ ഇടയിൽ വീട്ടിൽ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് ഇത്തിരി പ്രശ്നമാണ്, വേഗം വന്ന് ജോയിൻ ചെയ്യില്ലെന്നാണെങ്കിൽ ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ പരിപാടി കളയാണ്ട് നമുക്ക് പോരാൻ പറ്റുമോ, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വെളുപ്പിന് ഉണ്ടാക്കി ഞാൻ വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഇത്തിരി നേരത്തെ ചെല്ലാം, മാനേജറൊക്കെ സോപ്പിടാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരത്തെ തന്നെ. അപ്പോൾ ഒരു സ്കൂട്ടർ ഡിസ്റ്റൻസ് ഒരു കുറച്ച് നേരം കൊണ്ട് എത്താവുന്നൊരു സ്ഥലത്തോട്ടാണ് എന്നെ അതിൻ്റെ ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ ഞാൻ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യലും വൈഫ് എന്നെ തിരിച്ച് വിളിച്ച് എന്നിട്ട് പറഞ്ഞ് സ്കൂട്ടർ അവിടെ ഓഫ് ചെയ്ത് വെക്ക്, ഒരു പ്രധാനപ്പെട്ട ഒരാൾ വിളിക്കണേ ഫോണിലെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എത്രയാ പ്രധാനപ്പെട്ട ആണെങ്കിൽ എനിക്കിന്ന് എൻ്റെ ജോലി പോണ ദിവസമാണ്, ഓഫീസിലേക്ക് വിളിക്കാൻ പറയാം, നമ്പർ കൊടുത്തച്ചാൽ ഉണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ മൊബൈലൊന്നും ഇല്ല, ഓഫീസിലേക്ക് വിളിക്കണം, മാനേജർ നമുക്ക് നമ്മളെ കണക്ട് ചെയ്ത് തരണം, അതാണ് അവസ്ഥ. അപ്പോൾ പറഞ്ഞ് അതങ്ങനെ വിളിക്കാൻ പറ്റേ, വേഗം ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഞാനെന്നാൽ പിന്നെ സ്കൂട്ടർ ഓഫ് ചെയ്തിട്ട് തിരിച്ച് ലാൻഡ് ഫോണിൽ ഹലോ ആരാണെന്ന് കൊടുത്തെങ്കിൽ ഞാൻ ശ്രീകുട്ടനാണെന്ന് പറഞ്ഞു, MG ശ്രീകുമാർ. എന്താ ശ്രീകുട്ട എന്ന് പറഞ്ഞു, ഒന്ന് BTH വരെ വരണം. നമ്മുടെ BTH വരാൻ എനിക്ക് നിർത്തിയില്ല, എനിക്ക് ഇതിൻ്റെ ക്രൂഷ്യൽ ഡേ ആണ്,
ജോലി കിട്ടുക ഇല്ലേ പോവാ തിരിച്ച് എന്നെ പുറത്താക്കുക ഇല്ല എന്നുള്ളൊരു ദിവസമാണ്. ആ ദിവസത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതെ വേണി ഒരു മണിക്കൂറൊന്ന് പാട്ടൊക്കെ പാടിയിട്ട് പോയിക്കോ. ഞാൻ പറഞ്ഞു എനിക്ക് പാട്ട് പാടാനുള്ള മൂടല്ല ഇന്ന്, ഞാൻ ഇതൊരു സീരിയസ് ആണ് എന്ന് പറഞ്ഞു. എന്നാലും സാരമില്ല, പക്ഷേ പാട്ട് പാടിയാൽ കേൾക്കണ ആരൊക്കെയാണെന്ന് അറിയാം. ആരൊക്കെ കേൾക്കണേ? പ്രിയദർശൻ ഉണ്ട് ഇവിടെ, മോഹൻലാൽ വരും, അങ്ങനെ വേറെ പലരും വരും, പല VIPs വന്ന് പാട്ട് കേൾക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മ്യൂസിക് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്നാൽ പിന്നെ ജോലി പോയാലും സാരില്ല, നമുക്ക് അവിടെ പോയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ വരാം, 1 മണിക്കൂർ ഇരിക്കാം, അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങനെ ജോലിക്ക് പോകും എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അങ്ങോട്ട് പോയി, BTHലേക്ക് പോയി, എറണാകുളം BTHൽ പോയി. എറണാകുളം BTHൽ ഞാൻ ചെന്ന് സ്കൂട്ടർ വെക്കലും അപ്പോൾ തന്നെ പ്രിയദർശന ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങി. ഞാനപ്പോൾ അത് അദ്ദേഹത്തോടൊന്നും എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. ഞാൻ നേരെ റൂമിലേക്ക് പോയി, ശ്രീകുട്ടൻ പറഞ്ഞ റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പ്രിയൻ താഴ്ത്തുണ്ടല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ റൂമാണിത്, ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രിയം വന്നിട്ട് ബേണി വന്നാ കൈയും വീശിയാണോ വന്നേക്കണ്? ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ എങ്ങനെ വന്നു? പാട്ട് പാടാൻ വേണ്ടിയില്ല വന്നേക്കണ്. പാട്ട് പാടുമ്പോൾ ഹാർമോണിയം വേണ്ടേ, പിന്നെ അത് പാടുമ്പോൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണം, ടേപ്പ് റെക്കോർഡർ വേണം, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. വീട്ടിലില്ലേ ഇതൊക്കെ? അതൊക്കെ ഉണ്ട്, വീട്ടിലുണ്ട്. എന്നാൽ പോയി എടുത്തുകൊണ്ട് ശ്രീകുട്ട ഒരു ടാക്സി വിളിച്ചിട്ട് പോയി എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ രണ്ടും കൂടി എൻ്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ അധികം സമയം പുള്ളി വെയിറ്റ് ചെയ്തില്ല. പുള്ളി പിന്നെ നമ്മളിപ്പോൾ പറയേണ്ട കാര്യമില്ല, തേന്മാവൻ കുമ്പത്തിൻ്റെ ടൈറ്റിലിൽ നമ്മൾ കാണുന്ന ആ നിലാപ്പൊങ്കലായാലുള്ള സിറ്റുവേഷനാണ് പറയണത്. അത് പറഞ്ഞപ്പോൾ മുതൽ നമ്മൾ കണ്ണടച്ചിരുന്നുണ്ടെങ്കിൽ സിനിമ കാണുന്ന പോലെ ഒരു പ്രതീതിയിലാണ് പറഞ്ഞത് അദ്ദേഹം. അങ്ങനെ നിലാപ്പൊങ്കലായാലൂടെ ട്യൂണിങ് കഴിഞ്ഞു. പ്രിയന് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കും ഇഷ്ടമായി. പക്ഷേ ഒരു സങ്കടം എന്ന് പറഞ്ഞെങ്കിൽ ചേട്ടൻ അപ്പോഴും വന്നിട്ടില്ല. ചേട്ടന് ഈ കാര്യം കമ്പോസിങ് ആണെങ്കിലും നമുക്ക് സിനിമയെന്ന് അറിയാൻ പാടില്ല, വെറുതെ കമ്പോസിങ് ആണെങ്കിലും ഞങ്ങൾ രണ്ടും കൂടി ചെയ്ത് ശീലമുള്ളതിൻ്റെ പേരിൽ ഒരാളായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു സ്ട്രെയിൻ എന്തോ കൂടണ പോലെ എനിക്ക് തോന്നി.